ഹായ് ഫ്രണ്ട്സ്, ഇത് ജിൻഡോയാണ് JTC മീഡിയന്ന്. ഇതിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ജനവാതിലാണ്. ഈ ജനവാതിൽ എങ്ങനെയാണ് ഇതേപോലെ ഗ്ലാസ് ഇടുക, അത് പൊട്ടാതെ നീറ്റായിട്ട് എങ്ങനെ ഗ്ലാസ് ഇടാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീട്ടിലൊക്കെ അവനാണ് ചെയ്യാവുന്ന ഒരു ചെറിയൊരു ഐഡിയ ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഗ്ലാസ് ഇട്ടിട്ട് ഇതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനെങ്ങനെ ഗ്ലാസ് ഇടുക ഞാൻ പറഞ്ഞുതരാം. ഇത് ഊരിയെടുക്കുന്ന ടൈപ്പാണ് ഹിൻഡിസ്. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഇത് വിജാഗിരി ഇങ്ങനെ ഊരി കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. വിജാഗിരിയുടെ ബാക്ക് സൈഡിൽ ഒരു എല്ലാം വെച്ചിട്ട് സ്ക്രൂ ചെയ്തിരിക്കും ഉണ്ടാവുക. ഒന്നുകിൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡ്രില്ല് ഉപയോഗിച്ചിട്ടും അഴിക്കാം. റിവേഴ്സ് ഗിയറിലാണ് ഡ്രില്ല് കിടക്കുന്നത്. ഇതേപോലെ 3-4 ഡ്രില്ല് സ്ക്രൂ ഉണ്ടാവും, അതഴിക്കുക. ഈ അടിഭാഗത്തൊക്കെ നല്ലപോലെ പിസറുണ്ടാവും, കണ്ടോ? ഇതൊക്കെ നല്ലപോലെ ഉരച്ച് കളയണം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് നിന്ന് കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടും. പിന്നെ ഈ ഭാഗത്ത്, ഇങ്ങനെയുള്ള ഭാഗത്ത് ബെൻഡ് ഉണ്ടോ എന്ന് നോക്കണം. ബെൻഡ് കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞ് ഇതിൽ പെയിൻറ്, പരുക്കൻ്റെ കഷ്ണങ്ങൾ, പൊടികളൊക്കെ ഉണ്ടാവും. ഈ ഭാഗത്ത് ജോയിന്റിൽ വെൽഡ് ചെയ്ത ഭാഗം ഉണ്ടെങ്കിൽ അവിടെ തൊട്ട് നോക്കണം. അതിൽ ഗ്ലാസ് കൊണ്ട് മുട്ടിയിരിക്കണതാണ്, കണ്ടോ? ഇത് വൃത്തിയാക്കുക. ഇതുപോലെ ചുറ്റും ഈ ഭാഗം ചുറ്റും വൃത്തിയാക്കണമെന്ന് അടുത്ത പണി. ശേഷം നമ്മൾ ഈ ക്ലിയർ സിലിക്കോണാണ് ഉപയോഗിക്കണമെങ്കിൽ ക്ലിയർ സിലിക്കോൺ ഉപയോഗിക്കുക. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ജർക്കിങ് കൊന്നാലോ പെട്ടെന്ന് ഇടുക എന്നാൽ പൊട്ടാതിരിക്കാനാണ്. 4 മൂലയിലും ആദ്യം ഓരോ സ്പോട്ട് കൊടുക്കുക. 4 മൂലയിൽ. ശേഷം ഇതിൻ്റെ ഏണിൽ അവിടെ ഇവിടെയായിട്ട് ഓരോ ചെറിയ സ്പോട്ട് കൊടുക്കുക, ചെറുത്. ഇനി നമ്മൾ ഇടുന്നത് പിൻഹെഡ് ഗ്ലാസ് ആണ്. പിൻഹെഡ് ഗ്ലാസ് അതിൻ്റെ മിനുസുള്ള ഭാഗം എപ്പോഴും നമ്മുടെ ഉൾഭാഗത്തേക്ക് വരണം. അത് വീടിൻ്റെ ഉള്ളിലേക്ക്, റൂമിൻ്റെ ഉള്ളിലേക്ക് വരണം. അതനുസരിച്ച് ഞാൻ ഉൾഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഈ കാണുന്നതിലേക്ക് സ്മൂത്തായിട്ട് സാധനം കയറ്റിയിടുക. നോക്കുക, അപ്പോൾ ആ സിലിക്കോൺ ഒന്ന് പരക്കും. ശേഷം നമ്മുടെ ഈ എല്ലാം പിസറുണ്ട് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യണം. നമ്മൾ ഊരിയ പോലെ തന്നെയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. ഡ്രില്ല് ഉപയോഗിക്കുന്നവർക്ക് ഡ്രില്ല് ഉപയോഗിക്കാം, സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നവർക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാം. അടുത്തതായിട്ട് ഈ ഗ്ലാസ്സിനൊരു ലൂസ് ഉണ്ടാവും, ഒരു പ്ലേ ഉണ്ടാവും. ആ പ്ലേ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത ഭാഗമല്ലേ, അപ്പോൾ ചെറിയ ഈർക്കിളി കഷ്ണം തള്ളി കയറ്റിയിട്ട് ഒന്ന് പൊട്ടിച്ച് വയ്ക്കുക. വേണ്ട, തള്ളി കയറ്റി വെക്കുക. എന്നിട്ട് ഒടിച്ചു കഴിഞ്ഞാൽ പൊട്ടും. അത് അതിൽ തള്ളി കയറ്റി വെക്കുക. 4 കൊടുത്താൽ മതി, ടോപ്പും ബോട്ടത്തിൽ കൊടുത്താലും മതി, പ്രശ്നമുള്ള കാര്യമില്ല. ഇനി നമ്മൾ ഈ ഡോറ് തിരിച്ചു വയ്ക്കുക. ഓക്കെ, തിരിച്ചു വെച്ചിട്ട് നമ്മൾ ഇതിന് ഔട്ടർ സിലിക്കോൺ അടിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്കോൺ ഇട്ടിട്ട് സിലിക്കോണിൻ്റെ നോസിൽ വളരെ വളരെ ചെറിയ നോസിൽ കട്ട് ചെയ്യുക, ചെറുതാക്കിയിട്ട് ഈ ഭാഗത്ത്. ശേഷം ഇതിൻ്റെ കോർണറിൽ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ജർക്ക് ചെയ്താലും പൊട്ടില്ല, വെള്ളം ഇറങ്ങില്ല, കാണാൻ സൗകര്യം, വൃത്തിയുണ്ട്. നമ്മൾ കൈ കൊണ്ട് തൊടുന്നു വേണ്ട. നമ്മുടെ ഗ്ലാസ് കഴിഞ്ഞ് നൈസായിട്ട് ഉണങ്ങുമ്പോൾ സ്ട്രോങ് ആവും. ഇനി നമ്മൾ എങ്ങനെയാണോ ഗ്ലാസ് ഫ്രെയിം ഊരിയത് അതേപോലെ തന്നെ ഈ ഫ്രെയിം ഇതിലേക്ക് ലോക്കാക്കുക. ലോക്കായി 2 ഡോറിൻ്റെയും ഗ്ലാസ് ഇട്ടു. പ്ലേ ഒന്നുമില്ല. ഇത് ഇനി ഉണങ്ങി കഴിഞ്ഞാൽ ഒന്നുകൂടി സെറ്റാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങില്ല. ഇത് പുറം സൈഡിൽ വെക്കുന്ന സാധനമാകുമ്പോൾ ഈ സൈഡ് കൊടുക്കുകയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ വെള്ളം ഇറങ്ങില്ല, കാര്യങ്ങൾ ചെയ്യില്ല, കുറച്ച് കാലം കൂടുതൽ ഇത് നിലനിൽക്കും. എന്തെങ്കിലും കാരണവശാൽ ഗ്ലാസ് പൊട്ടിയാൽ ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ഈ പശ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് എടുക്കാം, പുതിയ ഗ്ലാസ് ഇടാം. ഓക്കെ.